Hi guys, welcome to 18GB Media. ഇന്നത്തെ ഞങ്ങളുടെ അപ്ഡേറ്റിൽ ലൂസിഫറിന്റെ ട്രെയിലർ ബ്രേക്ക് ഡൗൺ ആണ്. Now listen up till the end. നിങ്ങൾ ആരും ശ്രദ്ധിക്കാത്ത ചില സീക്രറ്റ്സ് ഞങ്ങൾ ഇതിനകത്തുനിന്ന് ഡിഗപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ലാലേട്ടന്റെ വോയിസ് ഓവറിലൂടെയാണ് ട്രെയിലർ ആരംഭിക്കുന്നത്. മോഹൻലാൽ ആരാധകരെയും സിനിമാ നിരൂപകരെയും ഒരുപോലെ ഏറ്റെടുത്ത ട്രെയിലറിന് 2 മില്യൺ വ്യൂസ് തികയ്ക്കാൻ ഒരു ദിവസം പോലും വേണ്ടി വന്നില്ല. പൊളിറ്റിക്കൽ ത്രില്ലർ ജോണറിലാണ് ലൂസിഫർ ഒരുക്കിയിരിക്കുന്നത് എന്ന് പുറത്തിറങ്ങിയ ലൊക്കേഷൻ സ്റ്റില്ലുകളും ക്യാരക്ടർ പോസ്റ്ററുകളും വ്യക്തത നൽകുന്നുണ്ട്. എങ്കിലും ഈ നിഗമനത്തെ പൂർണ്ണമായി ഉറപ്പിക്കുകയാണ് ഇന്നലെ പുറത്തിറങ്ങിയ ട്രെയിലർ. മോഹൻലാലിനെ കൂടാതെ ഇന്ദ്രജിത്ത്, ടൊവിനോ തോമസ്, മഞ്ജു വാര്യർ, കലാഭവൻ ഷാജോൺ, വിവേക് ഒബറോയ്, ശിവജി ഗുരുവായൂർ, സാനിയ ഇയ്യപ്പൻ, സായ് കുമാർ, നൈല ഉഷ, ബൈജു സന്തോഷ്, ഫാസിൽ, നന്ദു, അനീഷ് ജി മേനോൻ, ബാല, ആദിൽ ഇബ്രാഹിം തുടങ്ങിയ വൻ താരനിര അണിനിരക്കുന്ന ചിത്രത്തിന്റെ മുഖ്യ ആകർഷണം പൃഥ്വിരാജ് സുകുമാരന്റെ ആദ്യ സംവിധാന സംരംഭം എന്നത് തന്നെയാണ്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ഒരുങ്ങുന്ന ചിത്രം ഒരുങ്ങുന്നത് ഒരു ബിഗ് ക്യാൻവാസിലാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു ട്രെയിലറിലെ ഓരോ രംഗങ്ങളും. ഒരു രാഷ്ട്രീയ നേതാവിന്റെ മരണവും പകരക്കാരനായി സ്റ്റീഫൻ നെടുമ്പള്ളിയായി ലാലേട്ടൻ വരുന്നതുമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം എന്ന് ട്രെയിലറിലെ തന്നെ ചില സംഭാഷണ ശകലങ്ങൾ തെളിയിക്കുന്നു. അതോടൊപ്പം തന്നെ ട്രെയിലറിലെ ഒരു സീനിൽ തെളിഞ്ഞു വന്ന വിജയ് സാലസ്കർ എന്ന പേര് ഞങ്ങളുടെ ശ്രദ്ധയിൽ പതിഞ്ഞു. തീവ്രവാദികളുടെ അറ്റാക്സിൽ മരണമടഞ്ഞ മുംബൈ പോലീസ് ഫോഴ്സിലെ വൺ ഓഫ് ദി ബെസ്റ്റ് എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു വിജയ് സാലസ്കർ. ഇന്റർനെറ്റ് സെർച്ച് നടത്തിയപ്പോൾ ആന്റി എക്സ്റ്റോർഷൻ സെൽ അഥവാ സെൽ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ക്രൈംസ് ഓൺ ഒബ്റ്റെയിനിങ് മണി ഓർ അതർ വാല്യുവബിൾ ഒബ്ജെക്ട്സ് ത്രൂ ഫോഴ്സ് ഓർ ത്രെഡ്സ് ഇതിന്റെ ചീഫായിരുന്നു ഇദ്ദേഹം എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഈ കണ്ടെത്തലിൽ നിന്നും ലൂസിഫർ ക്രൈം ത്രില്ലർ, ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നീ ജോണറുകൾ കൂടി ഉണ്ട് എന്ന നിഗമനത്തിലേക്ക് നയിക്കുന്നുണ്ട്. ട്രെയിലറിലെ തന്നെ ചില ദൃശ്യങ്ങളും സംഭാഷണവും വീണ്ടും കണ്ടപ്പോൾ ഞങ്ങളുടെ നിഗമനത്തെ അത് സാധൂകരിക്കുന്നതായി തോന്നി. എന്തു തന്നെ ആയാലും സ്റ്റീഫൻ നെടുമ്പള്ളിയായുള്ള ലാലേട്ടന്റെ അവതാരത്തിനും മലയാളത്തിന്റെ പ്രിയതാരം പൃഥ്വിരാജിന്റെ ആദ്യ സംവിധാന ചുവടുവെപ്പിനും സാക്ഷിയാകാൻ ഏവരെയും പോലെ ഞങ്ങളും കാത്തിരിക്കുകയാണ്.